എന്തായാലും നമ്മളെ ഒരു ജി ടെക് ഫാമിലി പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ശരിക്ക് ആഡ് ഓൺ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുമല്ല നമ്മൾ ശരിക്കും പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തി അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കോഴിക്കോട് ഞെട്ടിക്കും എന്നുള്ള രൂപത്തിൽ നിന്ന് മാറി ഇപ്പോൾ കോഴിക്കോട് കത്തിച്ചു എന്നുള്ള രീതിയിലേക്ക് അത് മാറാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താങ്ക്സ് എ ലോട്ട് ആഡ് ഓൺ ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സെലിബ്രേഷൻ, അതുപോലെ ജി ടെക്കിൻ്റെ 25th ആനിവേഴ്സറി, ഹനാൻഷായും വേടനും ഒരുമിച്ച് പെർഫോം ചെയ്ത ഒരു ഫസ്റ്റ് വേദി, അതുപോലെ കോഴിക്കോട് ഞെട്ടിച്ച ഒരു വലിയ ഗംഭീര പ്രോഗ്രാം, കോഴിക്കോട് ബീച്ചിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ലോഗോ ഒരു ഡ്രോൺ ഷോയിലൂടെ റിവീൽ ചെയ്ത ഒരു ബ്രാൻഡ്, ഇതിൻ്റെ കംപ്ലീറ്റ് ഇവൻറ്റ് മാർക്കറ്റിംഗ് ആരോടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രം ദ സ്റ്റാർട്ടിങ് സ്ട്രാറ്റജി ടു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്ലാൻസ് സ്റ്റിൽ ദാറ്റ്. അത്രയും ക്രൗഡിനെ കോഴിക്കോട് ബീച്ചിൽ എത്തിക്കുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ആഡ് ഓൺ? ഇറ്റ്സ് ഫാന്റാസ്റ്റിക്, ഓസം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു 25th ആനിവേഴ്സറി പ്രോഗ്രാം പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചാണ്. കാരണം നമുക്ക് ഓഫീസിൽ ഇൻഹൗസ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നല്ല ഒരു ഫ്രഷ് മൈൻഡുകൾ വരണം. അതായത് പുതിയ ഐഡിയാസും പുതിയ സ്ട്രാറ്റജീസും ഒക്കെ വർക്കൗട്ട് ചെയ്യണ ഒരു പുതിയ ഫേസ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിച്ചതാണ്. അത് ഐ തിങ്ക് ആഡ് ഓൺ ഹാസ് ഡൺ വണ്ടർഫുള്ളി. കാരണം നമ്മൾ റൈറ്റ് ഫ്രം നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് മുതൽ ഓരോ ദിവസമുള്ള നമ്മളെ കാര്യങ്ങളും അതുപോലെ അതോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഇപ്പം നമ്മളെ ഫുൾ പേജ് ന്യൂസ് പേപ്പർ ജാക്കറ്റ് മുതൽ അതുപോലെ ഇപ്പോൾ നമ്മൾ ടൗണുകളിലുള്ള നമ്മളെ ഹോർഡിങ്ങുകൾ, ഈ എല്ലാ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഒരു ജി ടെക് ഫാമിലി പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ശരിക്ക് ആഡ് ഓൺ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുമല്ല നമ്മൾ ശരിക്കും പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ നമുക്ക് മാർക്കറ്റിംഗ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തി അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കോഴിക്കോട് ഞെട്ടിക്കും എന്നുള്ള രൂപത്തിൽ നിന്ന് മാറി ഇപ്പോൾ കോഴിക്കോട് കത്തിച്ചു എന്നുള്ള രീതിയിലേക്ക് അത് മാറാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താങ്ക്സ് എ ലോട്ട് ആഡ് ഓൺ ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. ഇറ്റ് വാസ് ഓസം. നമ്മൾ ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെയൊക്കെയാണ് പറയാൻ വേണ്ടി പറ്റുക. പറയാൻ ശരിക്കും പറഞ്ഞാൽ വാക്കുകളില്ല. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ അതിൽ ഒരുപാട് മേലോട്ടേക്ക് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ജി ടെക്കിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു ക്യാമ്പയിൻ കോപ്പി ഉണ്ടായിരുന്നു, ടെക്നോളജി പഠിക്കാൻ അന്നും ഇന്നും ഇനി എന്നും ജി ടെക് എന്നുള്ളത്. അത് ആക്ച്വലി കേരളത്തിനെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുള്ളത് ജി ടെക്കാണ്. ഇപ്പോഴും കേരളത്തിനെ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി ടെക്കാണ്. ഇനി വരാൻ പോകുന്ന പുതിയ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി ടെക്കാണ്. ആ ഒരു കോപ്പി അല്ലെങ്കിൽ ആ ഒരു തോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു ക്യാമ്പയിൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ ഹൗ വാസ് ദാറ്റ്? ഞങ്ങൾ തന്ന സമയത്ത് ഒരു ഫസ്റ്റിൽ തന്നെ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഹൗ അബൌട്ട് ദാറ്റ് കോപ്പി ആൻഡ് ഓൾ ദ ക്രിയേറ്റീവ്സ്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു ഞാൻ എൻ്റെ മനസ്സിന് തന്നെ തൊട്ടിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ശരിക്കും പറഞ്ഞത്. അതായത് ടെക്നോളജി പഠിക്കാൻ അന്നും ഇന്നും ഇനി എന്നും. കാരണം ഞാനിപ്പോൾ ഈ 25th ആനിവേഴ്സറിയോട് കൂടി ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ടെക്നോളജിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് പുതിയ കോഴ്സുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ 25th ആനിവേഴ്സറിയോട് ബന്ധപ്പെട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ്. അപ്പോൾ അത് ഇനി എന്നും അവരിലൂടെ കേരളത്തിന് ടെക്നോളജി എത്തട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഹോർഡിങ്സിലും അല്ലെങ്കിൽ നമ്മളെല്ലാ മാർക്കറ്റിംഗ് ക്യാമ്പയിനിലും അത് വന്നപ്പോൾ തന്നെ ആൾക്കാർക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഫീല്. കാരണം നമ്മൾ ഇത്രയും വർഷത്തെ ഒരു ഹാർഡ് വർക്ക് അത് ഇന്ന് ഇവിടെ ഒരു സിൽവർ ജൂബിലിയിൽ എത്തി നിൽക്കുന്നു. ഇനി എന്നും ജി ടെക് തന്നെ ഉണ്ടാവും എന്നുള്ള നമ്മളെ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാരും കൂടി എനിക്ക് അവിടെ മക്കളെ രണ്ടാളും എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് നമുക്ക് പറ്റിയ കറക്റ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നോട്ട് തന്നെയാണ് ശരിക്കും അത് വന്നിട്ടുള്ളത്.